കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാം വർഷ അക്കൗണ്ടൻസിയുടെ ഒന്നാം അധ്യായമായ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഇതിനകത്ത് ചില ബേസിക് ടേംസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചില അടിസ്ഥാനപരമായ പദങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ചില കൂടുതൽ പദങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിലൂടെ പരിചയപ്പെടാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ്ങിന് ചില ബേസിക് ടേംസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ട്രാൻസാക്ഷൻസ്, ഇവൻറ്റ്സ്, അസറ്റ്സ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടി ബേസിക് ടേംസ് പഠിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം ബിസിനസ്സിന് പ്രധാനമായിട്ടും അതിനെന്തെങ്കിലും ഫണ്ട് ആവശ്യമാണ്, പണം ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പണം അത്യാവശ്യത്തിന് ഇല്ലെങ്കിൽ നമ്മളെന്താ സാധാരണ ചെയ്യുക? ക്രെഡിറ്റ്, കടം വാങ്ങിക്കും അല്ലേ. കടം വാങ്ങിക്കും. അപ്പോൾ നമ്മളങ്ങനെ കടം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ആ പൈസ എന്തെങ്കിലും പിന്നീട് തിരിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ. ഇറ്റ് മേ ബി റീപേയബിൾ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ അങ്ങനെ ബിസിനസ്സിന് ഉണ്ടാകുന്ന കടങ്ങൾ അത് നമ്മൾ പറയുന്ന പേരാണ് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലയബിലിറ്റീസ്. അപ്പോൾ ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ലയബിലിറ്റീസ് ആർ obligations or debts that an enterprise has to pay at some time in future. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ബാധ്യതകൾ, ഒബ്ലിഗേഷൻസ് എന്താണ്? വിച്ച് ഹാസ് ടു പേ ഓഫ് ഇൻ ഫ്യൂച്ചർ. നമ്മൾ ഭാവിയിൽ അത് തിരിച്ചു കൊടുക്കും. അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ടുന്ന ചില ബാധ്യതകൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ചില ഒബ്ലിഗേഷൻസിനെ നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയും. റെപ്രസെൻറ്റ് ക്രെഡിറ്റേഴ്സ് ക്ലെയിം ഓൺ ദ ഫേംസ് അസറ്റ്സ്. അതായത് ഫേമിൻ്റെ ആസ്തികൾ, നമ്മൾ കഴിഞ്ഞ ആസ്തികൾ പഠിച്ചിട്ടുണ്ട്, അസറ്റ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫേമിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ആസ്തികളിന്മേലുള്ള ഒരു അവകാശമാണ് എന്താണ് ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സിനുള്ളത്. അതായത് നമുക്ക് പൈസ കൊടുക്കാനുള്ള ആളുകൾക്ക് നമ്മുടെ അസറ്റിൻ്റെ മേലുണ്ടാകുന്ന ഒരു അവകാശം കൂടിയാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ലയബിലിറ്റീസ് ആർ ഒബ്ലിഗേഷൻസ് ഓർ ഡെറ്റ്സ് ദാറ്റ് എൻ എന്റർപ്രൈസ് ഹാസ് ടു പേ അറ്റ് സം ടൈം ഇൻ ഫ്യൂച്ചർ. നമ്മൾ ഭാവിയിൽ തിരിച്ചു കൊടുക്കേണ്ട ഒരു തുകയാണ് നമ്മൾ എന്താണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ലോൺസ്. നമ്മൾ ലോണായിട്ട് എടുക്കാം, നമ്മൾ എന്താ കടമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം. നമ്മൾ കടമായിട്ട് പണം വാങ്ങിക്കാം, അല്ലെങ്കിൽ കടമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യാം, ലയബിലിറ്റീസ് എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ഭാവിയിൽ തിരിച്ചു കൊടുക്കേണ്ട ഒരു തുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ലയബിലിറ്റീസ് എന്ന് പറയാം. ലയബിലിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഒന്ന് കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ടു ബി പെയ്ഡ് വിത്തിൻ എ ഇയർ ഓർ പെയ്ഡ് ഔട്ട് ഓഫ് കറണ്ട് അസറ്റ്സ്. നേരത്തെ നമ്മൾ കറണ്ട് അസറ്റ്സ് പഠിച്ചിട്ടുണ്ട്, ക്യാഷ്, ബാങ്ക് അല്ലേ, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ബാങ്ക്, നമ്മൾ കറണ്ട് അസറ്റ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറണ്ട് അസറ്റ്സിനകത്ത് നിന്ന് കൊടുക്കേണ്ട ലയബിലിറ്റീസ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചു നൽകേണ്ട എല്ലാ ബാധ്യതകളെയും നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ലോൺ എടുക്കുമ്പോൾ രണ്ട് രീതിയിലാണ്. ചിലത് എന്തായിരിക്കും, ചെറിയ പീരീഡിലേക്കായിരിക്കും. ഇപ്പോൾ ഒരു കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക്, 2 മാസത്തേക്ക്, 3 മാസത്തേക്ക് അങ്ങനെയൊക്കെ ലോൺ എടുക്കാം അല്ലേ, അങ്ങനെ കടം വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്താ പറയുക, കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് ആർ ദ ലയബിലിറ്റീസ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ബി പെയ്ഡ് വിത്തിൻ എ ഇയർ. ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചു നൽകേണ്ട എല്ലാ ബാധ്യതകളെയും നമ്മൾ എന്ത് ചെയ്യാം, കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നു. രണ്ടാമത് വരുന്നത് നോൺ കറണ്ട് ലയബിലിറ്റീസ്. ഇപ്പോൾ നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ലയബിലിറ്റീസ് അതർ ദാൻ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് അല്ല, അതായത് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ലയബിലിറ്റീസ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ബി പെയ്ഡ് വിത്തിൻ എ ഇയർ. ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കേണ്ട ലയബിലിറ്റീസിനെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു വർഷത്തിൽ കൂടുതൽ വരുന്ന എല്ലാ ലയബിലിറ്റീസിനും നമുക്ക് എന്താ പറയാം, നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയാം. നമ്മളിപ്പം കറണ്ട് ലയബിലിറ്റീസ് ആകുമ്പോൾ ക്രെഡിറ്റേഴ്സ്, നമ്മളിപ്പോൾ സാധനം കടമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അവർ നമുക്ക് കുറച്ച് സമയത്ത് എന്ത് ചെയ്യും, കടം തരും അല്ലേ. 2 മാസം 3 മാസം അങ്ങനെയുള്ള സമയം തരും. അല്ലെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബാങ്കിൽ നിന്ന് നമ്മൾ കൂടുതലായിട്ട് പൈസ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വരും. ഇപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് അതർ ദാൻ കറണ്ട് ലയബിലിറ്റീസ്, കറണ്ട് ലയബിലിറ്റീസ് അല്ലാതെ എല്ലാ ലയബിലിറ്റീസും നമ്മൾ നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് വിച്ച് മേ ബി പെയ്ഡ് ആഫ്റ്റർ മോർ ദാൻ 1 ഇയർ പീരിയഡ്. അപ്പോൾ 1 വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള എല്ലാ ലോണുകളെയും നമുക്ക് എന്താ പറയുക, നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയാം. ഇനി കറണ്ട് ലയബിലിറ്റീസിനെ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് ഷോർട്ട് ടേം ബോറോയിങ്സ്. ഷോർട്ട് ടേം ബോറോയിങ്സ് ഫോർ എ പീരിയഡ് ലെസ് ദാൻ 1 ഇയർ. ഒരു വർഷത്തിൽ കുറഞ്ഞ കാലാവധിയിൽ നമ്മൾ പണം കടം വാങ്ങിക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ട് ടേം ബോറോയിങ്സ് ആണ്. അത് നമ്മളിപ്പോൾ ബാങ്കിൽ നിന്ന് നമ്മളിപ്പം ബാങ്കിൽ നമ്മളൊരു കറണ്ട് അക്കൗണ്ട്, സാധാരണ ബിസിനസ്മാൻ കറണ്ട് അക്കൗണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ കറണ്ട് അക്കൗണ്ടുള്ള ആളുകൾ
അവരുടെ അക്കൗണ്ടിലുള്ളതിനേക്കാളും പൈസ കൂടുതലായിട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് മതി. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഈസ് എ ഷോർട്ട് ടേം ബോറോയിങ്സ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം 3 മാസത്തേക്ക് അല്ലെങ്കിൽ 2 മാസത്തേക്ക് എന്ത് ചെയ്യാം ഷോർട്ട് ടേം ലോൺസ് വാങ്ങിക്കാം. അപ്പോൾ ഷോർട്ട് ടേം ബോറോയിങ്സ് കുറഞ്ഞ കാലാവധിക്ക് ഉള്ള കടത്തിനാലെ പണം നമ്മൾ കടമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഷോർട്ട് ടേം ബോറോയിങ്സ് എന്ന് പറയുന്നത്. എന്താണെന്ന് പറയുന്നത് ട്രേഡ് പേയബിൾസ്. ട്രേഡ് പേയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധനം കടമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ആ വാങ്ങുന്ന ആൾക്ക് നമ്മൾ പൈസ കൊടുക്കണം അല്ലേ, അത് പിന്നീടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കൊടുക്കുന്നതിന് നമ്മൾ തൽക്കാലം ഇപ്പോൾ കൊടുക്കില്ല, അപ്പോൾ 2-3 മാസം കഴിഞ്ഞാൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ആ കൊടുക്കുന്നതിന് ഒരു പേയ്മെൻറ്റ്സിന് ഒരു ഗ്യാരണ്ടി ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മളൊരു എന്ത് ചെയ്യും, ഒരു ബില്ല് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ബില്ല് പറയുന്നത് ബിൽസ് പേയബിൾ. ഇത് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് പിന്നീട് വരുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ബിൽസ് പേയബിൾ എന്താണെന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ ട്രേഡ് പേയബിൾസ് നമ്മൾ കൊടുക്കാനുള്ള പൈസ, അതായത് നമ്മളിപ്പോൾ സാധനങ്ങൾ കടമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഷോർട്ട് ടേം ബോറോയിങ്സ് നമ്മൾ പണമാണ് കടമായിട്ട് വാങ്ങിക്കുന്നത്. അതിന് പകരം എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ കടമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ്മാന് നമ്മൾ അവർ സാധനം വാങ്ങിച്ച ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യാം പൈസ കൊടുക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെ കൊടുക്കാനുള്ള പൈസയാണ് ട്രേഡ് പേയബിൾ എന്ന് പറയും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു ബില്ല് പ്രിപ്പയർ ചെയ്ത് തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് ഫ്യൂച്ചർ ഡേറ്റിലേക്ക് മാറ്റി വെക്കുന്നതിനാണ് ബിൽസ് പേയബിൾ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന മറ്റൊരു ഇതാണ് അതർ കറന്റ് ലയബിലിറ്റീസ്. ഇതിൽ പെടാതെ മറ്റു കറന്റ് ലയബിലിറ്റീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഷോർട്ട് ടേം പ്രൊവിഷൻസ്. ഷോർട്ട് ടേം പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ മീൻസ് എൻ എമൗണ്ട് റിറ്റെയിൻഡ് ഇൻ ദ ബിസിനസ് ഫോർ ഫ്യൂച്ചർ കണ്ടിൻജൻസീസ്. നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഭാവിയിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാധനങ്ങൾ നമ്മൾ കടമായിട്ട് വിൽക്കുകയാണെങ്കിൽ, കടമായിട്ട് സാധനം വിൽക്കുമ്പോൾ നമുക്ക് ചില ആളുകൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ പൈസ തരാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളിപ്പോൾ ഒരു 10,000 രൂപ സാധനം വിറ്റിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 10,000 രൂപ തിരിച്ചു വെക്കില്ല കടമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, മുഴുവൻ പൈസ തരാതിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ നമുക്ക് നഷ്ടം വരും. അപ്പോൾ നഷ്ടം വരുമ്പോൾ ആ നഷ്ടം നികത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ വർഷവും ചെറിയൊരു എമൗണ്ട് മാറ്റി വെക്കുകയാണെങ്കിൽ അത് നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്. ബാഡ് ഡെറ്റ്സ് മീൻസ് കിട്ടാക്കണം. ബാഡ് ഡെറ്റ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാവിയിൽ നമ്മൾ കടം കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരം നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി മാറ്റിവെക്കുന്ന തുകയാണ് നമ്മൾ എന്താ പറയുക, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്. അപ്പോൾ ഷോർട്ട് ടേം പ്രൊവിഷൻസ്. ദീസ് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറന്റ് ലയബിലിറ്റീസ്. അപ്പോൾ കറന്റ് ലയബിലിറ്റീസ് നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഷോർട്ട് ടേം ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാലാവധിക്ക് നമ്മൾ പണം കടമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് ഷോർട്ട് ടേം ബോറോയിങ്സ് വരും. ട്രേഡ് പേയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം കടമായിട്ട് വാങ്ങിക്കുകയും പൈസ പിന്നീട് കൊടുക്കുകയും ചെയ്യുന്ന കൊടുക്കാനുള്ള എമൗണ്ടിനാണ് നമ്മൾ ട്രേഡ് പേയബിൾസ് എന്ന് പറയുന്നത്. പിന്നെ അതർ കറന്റ് ലയബിലിറ്റീസ് ഇതിൽ പെടാതെ കറന്റ് ലയബിലിറ്റീസ് ആണ്. പിന്നെ ഷോർട്ട് ടേം പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി ഒരു എമൗണ്ട് ഷോർട്ട് ടേമിൽ ഉണ്ടാകുന്നത് ഈ ഒരു കറണ്ട് ഇയറിൽ ഈ ഒരു വർഷം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾ. അപ്പോൾ ആ ഷോർട്ട് ടേമിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി നമ്മളൊരു എമൗണ്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഷോർട്ട് ടേം പ്രൊവിഷൻസ്. നെക്സ്റ്റ് വരുന്നത് നോൺ കറന്റ് ലയബിലിറ്റീസ് ആണ്. നോൺ കറന്റ് ലയബിലിറ്റീസിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വീണ്ടും. അപ്പോൾ നമ്മൾ വന്ന് കറന്റ് ലയബിലിറ്റീസ് ഒരു വർഷത്തിൽ കുറഞ്ഞ കാലാവധി ഇല്ലാതെ എല്ലാ ലയബിലിറ്റീസിനും നമ്മൾ എന്ത് ചെയ്യും, നോൺ കറന്റ് ലയബിലിറ്റീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ കൂടുതൽ വരുന്ന എല്ലാ ലയബിലിറ്റീസിനെയും നമ്മൾ നോൺ കറന്റ് ലയബിലിറ്റീസ് വരും. അപ്പോൾ ദീസ് ലയബിലിറ്റീസ് ആർ ടു ബി പെയ്ഡ് ഓർ ഇറ്റ് ക്യാൻ ബി പെയ്ഡ് വിത്തിൻ മോർ ദാൻ 1 ഇയർ. അപ്പോൾ ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധി ഉണ്ടാവും. അപ്പോൾ നമുക്ക് മെല്ലെ സാവധാനത്തിൽ അടച്ചാൽ മതി. അപ്പോൾ അതിൽ വരുന്ന ഒന്നാമത്താണ് ലോങ് ടേം ബോറോയിങ്സ്. ലോങ് ടേം ബോറോയിങ്സ് ഫോർ എ പീരിയഡ് മോർ ദാൻ 1 ഇയർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു വർഷത്തിൽ കൂടുതൽ വരുന്ന എല്ലാ ബോറോയിങ്സ് നമ്മളിപ്പോൾ ലോൺ എടുക്കുക, ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുകയാണെങ്കിൽ ലോങ് ടേം ലോൺസ് അല്ലേ, നമ്മളിപ്പോൾ 5 വർഷത്തേക്ക് 10 വർഷത്തേക്ക് 20 വർഷത്തേക്ക് ലോൺ എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ലോണുകളേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ലോങ് ടേം ബോറോയിങ്സ് എന്ന് പറയാം. അപ്പോൾ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളിൽ നിന്നോ നമ്മൾ എന്ത് ചെയ്യാം, ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധിയായുള്ള ലോണുകൾ വായ്പകൾ എടുക്കുകയാണെങ്കിൽ ഇത്തരം ബോറോയിങ്സിനെ നമ്മൾ എന്താ പറയുന്നത് ലോങ് ടേം ബോറോയിങ്സ് തരും. പിന്നെ രണ്ടാമത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ആണ്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ആണ് ടാക്സ് കളക്റ്റഡ് ബട്ട് നോട്ട് പെയ്ഡ്. അപ്പോൾ നമ്മളിപ്പോൾ സാധനം വിൽക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് എടുക്കുന്ന ടാക്സ് കളക്ട് ചെയ്യും. അപ്പോൾ ടാക്സ് നമ്മൾ ഓരോ സാധനം വിൽക്കുന്ന സമയത്ത് കളക്ട് ചെയ്യുന്ന ടാക്സുകൾ അതാത് സമയത്ത് അടക്കുന്നില്ല. ഇറ്റ് വിൽ ബി പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരിയഡ്. ഇപ്പോൾ നമ്മൾ പുതിയ GST പ്രകാരമാണെങ്കിൽ ടാക്സ് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുണ്ടാവും, ചിലത് അങ്ങോട്ട് കൊടുക്കാനുണ്ടാവും. അപ്പോൾ അവസാനം ലാസ്റ്റ് ഒരു വർഷത്തിൻ്റെ അവസാനം മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനൽ സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പൈസ ടാക്സ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ലയബിലിറ്റി ടു പേ ടു ദ ഗവൺമെൻറ്. നമുക്ക് ഗവൺമെൻറ്റിലേക്ക് അടക്കുന്ന ടാക്സുകളാണ്.
അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിൽ നിന്ന് വാങ്ങി നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുകയാണ്, പിന്നീടാണ് നമ്മൾ അടക്കുന്നത്. അപ്പോൾ അങ്ങനെ അടക്കാൻ ബാക്കിയുള്ള ടാക്സുകളെയാണ് നമ്മൾ എന്താ പറയുക, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്. അപ്പോൾ അതും നമ്മളൊരു ബാധ്യതയാണ്. അപ്പോൾ ബിസിനസ് സംബന്ധിച്ച് എന്താണ്, നമ്മൾ ഓരോ സാധനം വിൽക്കുന്ന സമയത്തും കസ്റ്റമേഴ്സിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കളക്ട് ചെയ്യുന്ന ടാക്സുകൾ, നികുതികൾ പിന്നീടാണ് ഗവൺമെൻറ്റിലേക്ക് അടക്കുന്നത്. അപ്പോൾ അങ്ങനെ അടക്കുമ്പം അതെന്താണ്, ഇറ്റ് ഈസ് ഓൾസോ ബിക്കംസ് എ ലയബിലിറ്റി. അപ്പോൾ നമ്മൾ അത് അടക്കുന്നില്ല, തൽക്കാലം നമ്മൾ വാങ്ങി വെക്കുകയാണ്. അപ്പോൾ പിന്നീട് മാത്രമേ അടക്കുള്ളൂ. അപ്പോൾ അടക്കുന്നത് വരെ അതെന്തായിട്ട് മാറും, ലയബിലിറ്റീസ് ആയിട്ട് മാറും. ചിലപ്പോൾ അത് ഒരു വർഷത്തിന് ശേഷമായിരിക്കും അടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് എന്ന് പറയും. നെക്സ്റ്റ് വരുന്നത് അതർ ലോങ് ടേം ലയബിലിറ്റീസ് ആണ്. ഇതിൽ നിന്നും പെടാതെ ലയബിലിറ്റീസിനൊക്കെ നമ്മൾ അതർ ലോങ് ടേം ലയബിലിറ്റീസ് കൊടുക്കുന്നു. പിന്നെ വരുന്നത് ലോങ് ടേം പ്രൊവിഷൻസ്. നമ്മൾ നേരത്തെ ഷോർട്ട് ടേം പ്രൊവിഷൻ പറഞ്ഞതുപോലെ തന്നെ ദർ മേ ബി ലോങ് ടേം പ്രൊവിഷൻസ്. ലോങ് ടേം പ്രൊവിഷൻസ് ഭാവിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ മെഷീനറി വാങ്ങിച്ചു. അപ്പോൾ മെഷീനറി വാങ്ങിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു 10 വർഷത്തേക്കാണ് മെഷീനറി വാങ്ങിക്കുന്നതെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് ആ മെഷീനറി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പുതിയൊരു മെഷീനറി വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതിന് നമ്മളൊരു പൈസ ആ സമയത്ത് വേണ്ടി വരും. 10 വർഷം കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ മെഷീനറി വാങ്ങിക്കണം. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് അത്രയും ഫണ്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ അത്രയും ഫണ്ട് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ആ സമയത്ത് റേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എമൗണ്ട് ആദ്യമേ അതിന് വേണ്ടി മാറ്റി വെക്കാം. അങ്ങനെ വരുന്ന ഇതാണ് ലോങ് ടേം പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ഇതാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ലയബിലിറ്റീസ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ ഏതൊക്കെ പറഞ്ഞു, ഷോർട്ട് ടേം ബോറോയിങ്സ്, ട്രേഡ് പേയബിൾസ്, പിന്നെ അതർ കറണ്ട് ലയബിലിറ്റീസ്, പിന്നെ ഷോർട്ട് ടേം പ്രൊവിഷൻസ്. നോൺ കറണ്ട് ലയബിലിറ്റീസിനകത്ത് വരുന്നതാണ് ലോങ് ടേം ബോറോയിങ്സ്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്, അതർ ലോങ് ടേം ലയബിലിറ്റീസ് ആൻഡ് ലോങ് ടേം പ്രൊവിഷൻസ്. നെക്സ്റ്റ് വരുന്നത് നമുക്കറിയാം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം എന്ത് ചെയ്യണം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തോ ആവശ്യമാണെന്ന് പറഞ്ഞു, ഫിനാൻസ് അല്ലേ, ഫണ്ട് വേണം. അപ്പോൾ ബിസിനസ്മാൻ നമ്മൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം തുടങ്ങുന്നെങ്കിൽ നമുക്ക് എത്ര പൈസ വേണം അല്ലേ, നമ്മൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എത്ര പൈസ വേണം, നമ്മൾ ആദ്യമേ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ദാറ്റ് മേ ബി ദ ബിസിനസ്മാൻ ഹാസ് ടു ഇൻവെസ്റ്റ് സം മണി ഇൻ ദ ബിസിനസ്. സോ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ബിസിനസ് ഈസ് കോൾഡ് ക്യാപിറ്റൽ. അപ്പോൾ ഒരു ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പണത്തിനെ നമ്മൾ അല്ലെങ്കിൽ തുകയാണ് നമ്മൾ എന്താ പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയും. ഇറ്റ് മേ ബി ബ്രോട്ട് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ അസറ്റ്സ്. ക്യാഷ് ആയിട്ടും കൊണ്ടുവരാം, അസറ്റ്സ് ആയിട്ടും കൊണ്ടുവരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അയാൾക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടെന്ന് ഇരിക്കാം. ആ ബിൽഡിംഗ് എന്ത് ഉപയോഗിക്കാം, ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതും ബിസിനസ്മാൻ്റെ എന്തായിട്ട് മാറും, ക്യാപിറ്റലായിട്ട് മാറും. ഇപ്പം ആ ബിൽഡിങ്ങിന് ഒരു 10 lakh rupees വിലയുണ്ടെങ്കിൽ അതുപോലെ അയാൾ ഒരു 10 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടും കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ആ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 10 lakhs plus 10 lakhs 20 lakhs ആയി. അപ്പോൾ ഇറ്റ് മേ ബി ബ്രോട്ട് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ അസറ്റ്സ്. അപ്പോൾ ക്യാപിറ്റൽ എന്തായിട്ട് വരാം, ക്യാപിറ്റൽ അസറ്റായിട്ടും കൊണ്ടുവരാം, ക്യാഷ് ആയിട്ടും കൊണ്ടുവരാം. അപ്പോൾ അയാൾ കൊണ്ടുവരുന്ന ക്യാഷിന് മാത്രമല്ല ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ദ ക്യാഷ് ഓർ അസറ്റ് brought in by the owner of the business into the business is called capital. അപ്പോൾ ബിസിനസ്സിൽ അയാൾ കൊണ്ടുവരുന്ന പണത്തിനെയും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആസ്തികളെയും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, ക്യാപിറ്റലായിട്ട് കണക്കാക്കാം. ഇറ്റ് ഈസ് ആൻ ഒബ്ലിഗേഷൻ ഓർ ക്ലെയിം ഓൺ ദ അസറ്റ്സ് ഓഫ് ദ ഫേം. അപ്പോൾ അത് അയാളെ സംബന്ധിച്ച് എന്താണ്, ബിസിനസ്സിൻ്റെ മേൽ അയാൾക്കുള്ളൊരു അവകാശമാണ്, ഒരു ക്ലെയിമാണ്. അപ്പോൾ ഇയാൾ ഇത്രയും പൈസ 20 ലക്ഷം രൂപ കൊണ്ടുവന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 20 ലക്ഷം രൂപയുടെ ക്യാഷും ആസ്തികളും കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ ബിസിനസ്സിൻ്റെ മേലെ അയാൾക്ക് 20 ലക്ഷത്തിനുള്ള ഒരു അവകാശം ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് എൻ ഒബ്ലിഗേഷൻ ഓർ ക്ലെയിം ഓൺ ദി അസറ്റ്സ് ഓഫ് ദ ഫേം. ആൻഡ് ക്യാപിറ്റൽ ഈസ് ഷോൺ ഓൺ ദി അസറ്റ്സ് ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ക്യാപിറ്റൽ കാണിക്കുന്നത് എവിടെയാണ്, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റീസ് ആണ്. എന്തൊക്കെ ബാലൻസ് ഷീറ്റ് എന്നൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും, ഇപ്പോൾ അത് മനസ്സിലാക്കിയത് ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ. ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ അസറ്റ്. അപ്പോൾ പണമോ അല്ലെങ്കിൽ പണത്തുല്യമായ മറ്റു വസ്തുക്കളോ ആയിട്ട് ബിസിനസ്സിൽ കൊണ്ടുവരുന്ന ആസ്തികളെയോ അല്ലെങ്കിൽ പണത്തിനെയോ നമ്മൾ എന്താ പറയുന്നു, ബിസിനസ്സിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ക്യാപിറ്റൽ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം എന്താണ്, സെയിൽസ് ആണ് അല്ലേ, സെയിൽസ്. അപ്പോൾ എന്താണ് സെയിൽസ്? ഇപ്പോൾ ടോട്ടൽ റവന്യൂ ഏൺഡ് ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് പ്രൊവൈഡഡ് ടു ദ കസ്റ്റമേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പം ആ ബിസിനസ്സിനകത്ത് എന്ത് സാധനമാണോ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്, ആ സാധനം വിൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന
വരുമാനത്തെ നമ്മൾ സെയിൽസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ്, നമ്മളിപ്പോൾ ഒരു സ്റ്റേഷനറി ഷോപ്പാണെങ്കിൽ അവിടെ സ്റ്റേഷനറി വിൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വരുമാനത്തെ നമ്മൾ പറയുന്നു സെയിൽസ് എന്ന് പറയും. അപ്പം ആ സ്റ്റേഷനറി ഷോപ്പിൽ ഒരു പഴയ ഫേർണിച്ചർ നിൽക്കുക, ആ ഫേർണിച്ചർ നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതെന്തായിട്ട് കണക്കാക്കില്ല, സെയിൽസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ സെയിൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഏത് ബിസിനസ്സാണോ ചെയ്യുന്നത് ആ ബിസിനസ്സിനകത്തുള്ള സാധനം വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വരുമാനത്തെ നമ്മൾ എന്താ പറയുക, സെയിൽസ് എന്ന് പറയാം. നമ്മൾ ഫർണിച്ചർ ഷോപ്പാണെങ്കിൽ അവിടെ ഫർണിച്ചർ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വരുമാനത്തെ സെയിൽസ് എന്ന് പറയാം. സ്റ്റേഷനറി ഷോപ്പാണെങ്കിൽ സ്റ്റേഷനറി വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വരുമാനത്തെ സെയിൽസ് എന്ന് പറയാം. അതുപോലെ മെഡിക്കൽ ഷോപ്പാണെങ്കിൽ അവിടെ മെഡിസിൻസ് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വരുമാനത്തെ സെയിൽസ് എന്ന് പറയാം. അപ്പോൾ സെയിൽസ് മേ ബി എന്താണ്, ക്യാഷ് സെയിൽസ് ഓർ ക്രെഡിറ്റ് സെയിൽസ്. നമുക്ക് കടമായിട്ടും വിൽക്കാം, പണത്തിന് വേണ്ടിയും വിൽക്കാം. അപ്പോൾ പണത്തിന് വേണ്ടിയോ അല്ലെ കടമായിട്ടോ വിൽക്കുന്ന രണ്ട് രീതിയിലുള്ള സെയിൽസാണ് ഉള്ളത്. അപ്പോൾ സെയിൽസിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. ക്യാഷ് സെയിൽസ് ആകുമ്പോൾ നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്യാഷ് കിട്ടും. ക്രെഡിറ്റ് സെയിൽസ് ആകുമ്പോൾ എന്താണ്, സാധനം വിറ്റ് കഴിഞ്ഞാൽ പണം പിന്നീട് മാത്രമേ ലഭിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഉള്ളത് സെയിൽസ് അല്ലാതെ നമുക്ക് എന്താകും, വരുമാനം ഉണ്ടാകും അല്ലേ. അപ്പോൾ നമുക്ക് റവന്യൂസ്, എന്താണ് വരുമാനം? എമൗണ്ട് ഏൺഡ് ബൈ സെല്ലിംഗ് ഇറ്റ്സ് പ്രൊഡക്ട്സ് ഓർ സർവീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ സെയിൽസ് റവന്യൂ എന്ന് പറയും. നമ്മൾ പറഞ്ഞു സെയിൽസ്. അപ്പോൾ സെയിൽസിലൂടെ ഉണ്ടാകുന്ന വരുമാനത്തെ നമ്മൾ സെയിൽസ് റവന്യൂ എന്ന് പറയുന്നു. ദർ മേ ബി 2 types ഓഫ് റവന്യൂസ്. അപ്പോൾ റവന്യൂസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സെയിൽസിലല്ലാതെയും നമുക്ക് എന്തുണ്ടാകാം, റവന്യൂ ഉണ്ടാകാം, വരുമാനം ഉണ്ടാകാം. അപ്പോൾ റവന്യൂ മീൻസ് എന്താണ്, എമൗണ്ട് ഏൺഡ് ബൈ ബിസിനസ്സിലേക്ക് എന്താ പണം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഏൺ ചെയ്യുന്ന വരുമാനത്തെ ബിസിനസ് നേടുന്ന പിന്നെ പണത്തിന് നമ്മൾ എന്ത് ചെയ്യാം, റവന്യൂ എന്ന് പറയുന്നത്. റവന്യൂ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, സെയിൽസ് റവന്യൂ ആൻഡ് അതർ റവന്യൂസ്. അപ്പോൾ സെയിൽസ് റവന്യൂ എന്നാൽ എന്താണ്, ഇറ്റ് ഈസ് ദ റവന്യൂ ഏൺഡ് ബൈ സെല്ലിംഗ് ഇറ്റ്സ് പ്രൊഡക്ട്സ് ഓർ സർവീസ്. നമ്മൾ സാധനങ്ങളോ സേവനങ്ങളോ വിൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വരുമാനത്തെ നമുക്ക് സെയിൽസ് റവന്യൂ എന്ന് പറയാം. സെയിൽസിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന എല്ലാ റവന്യൂസിനും നമ്മൾ അതർ റവന്യൂസ് എന്നാണ് പറഞ്ഞത്. അതിൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ പൈസ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ അധികം ഉണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് അല്ലേ, ബിസിനസ്സിന് കുറച്ച് പൈസ ലാഭം ഉണ്ടായി കൂടുതൽ. അപ്പോൾ കൂടുതൽ ലാഭം ഉണ്ടായതിനകത്ത് കുറച്ച് പൈസ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഓരോ വർഷം ഇൻട്രസ്റ്റ് ലഭിക്കും. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ഇൻകം അല്ല, ഇറ്റ് ഈസ് എ റവന്യൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമുക്ക് ഒരു ബിൽഡിങ്ങിൽ നമുക്ക് ഒരു അഡീഷണൽ ബിൽഡിംഗ് ഇട്ടിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ വാടക കൊടുക്കാം. അപ്പോൾ വാടക കൊടുക്കാൻ നമുക്ക് കിട്ടും, റെൻറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടും, ഡിസ്കൗണ്ട് കിട്ടും. ഇതൊക്കെ നമുക്ക് എന്താണ്, അതർ റവന്യൂസാണ്. റവന്യൂസ് ഓൾസോ കോൾഡ് ഇൻകം. റവന്യൂവിന് പറയുന്ന മറ്റൊരു പേരാണ് ഇൻകം, വരുമാനം. അപ്പോൾ റവന്യൂവിന് പറയുന്ന പേരാണ് ഇൻകം. അപ്പോൾ നമ്മൾ റവന്യൂ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്, സെയിൽസ് റവന്യൂ ആൻഡ് അതർ റവന്യൂസ്. സെയിൽസ് റവന്യൂ എന്ന് പറഞ്ഞു സെയിൽസിലൂടെ, അതായത് ബിസിനസ്സിൽ നമ്മൾ ഏത് സാധനമാണോ ഉൽപ്പാദിപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്, ഇപ്പം സ്റ്റേഷനറി ഷോപ്പാണെങ്കിൽ അവിടെ സ്റ്റേഷനറി ഐറ്റം വിൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വരുമാനം സെയിൽസ് റവന്യൂ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഒരു പഴയ ഫേർണിച്ചർ നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന നമുക്ക് വരുമാനം നമുക്ക് അതർ റവന്യൂസ് എന്ന് പറയാം. ഈസ് അതർ റവന്യൂസ്. അപ്പോൾ സെയിൽസ് റവന്യൂ ആൻഡ് അതർ റവന്യൂസ്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഈ വരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്കെന്താവും, നമ്മൾ ചില പൈസ ചിലവാക്കേണ്ടി അല്ലേ. അപ്പോൾ അങ്ങനെ കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ ബിസിനസ് ടു ഏൺ റവന്യൂ. അപ്പോൾ നമുക്ക് വെറുതെ വരുമാനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ സാധനം വാങ്ങിക്കണം അല്ലേ, സാധനം വിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സാധനം വാങ്ങിക്കണം, സാധനം ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമ്മൾ അതിന് റോ മെറ്റീരിയൽസ് വേണം, എംപ്ലോയീസ് വേണം അല്ലേ, മറ്റ് ചിലവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഉണ്ടാകുന്ന നമ്മളെ കോസ്റ്റ്, ആ കോസ്റ്റിനാണ് നമ്മൾ എന്താ പറയുന്നത്, എക്സ്പെൻസ് എന്ന് പറയും. അപ്പോൾ കോസ്റ്റ് ഇൻകേർഡ് ബൈ ബിസിനസ് ടു ഏൺ റവന്യൂ. വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചിലവാക്കുന്ന തുകയെ നമ്മൾ എന്താ പറയുന്നു, എക്സ്പെൻസ് എന്ന് പറയും. എക്സ്പെൻസ് ആർ മെഷേർഡ് ബൈ കോസ്റ്റ് ഓഫ് അസറ്റ് കൺസ്യൂംഡ്. നമ്മൾ എത്രയാണോ ഉപയോഗിച്ചത്, അതായത് സർവീസസ് യൂസ്ഡ് ഡ്യൂറിങ് എൻ അക്കൗണ്ടിങ് പീരീഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു മെഷീനറി വാങ്ങിച്ചാൽ ആ മെഷീൻ നമ്മൾ ഒരുപാട് വർഷം ഉപയോഗിക്കും അല്ലേ. അപ്പോൾ ഓരോ വർഷം നമ്മൾ അതിൻ്റെ എത്ര ഭാഗം ഉപയോഗിച്ചു അതിനനുസരിച്ചാണ് അത് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുക. അതുപോലെ സർവീസസ്, ഇപ്പോൾ നമ്മൾ പിന്നെ എംപ്ലോയീസ്, അപ്പോൾ എംപ്ലോയീസിൻ്റെ സർവീസ് എത്രമാത്രം ഉപയോഗിച്ചു, അപ്പോൾ അവർക്ക് നമ്മൾ ഓരോ വർഷം എന്തെങ്കിലും സാലറി കൊടുക്കും. അപ്പോൾ അത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ, സാലറി, റെൻറ്റ്, ടെലിഫോൺ ചാർജസ്, ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പെൻസ് വരാം. അപ്പോൾ ഡിപ്രിസിയേഷൻ നമുക്ക് നോക്കുക. ഡിപ്രിസിയേഷൻ എന്താണ്, നമ്മളൊരു അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അസറ്റിൻ്റെ വില, ഇപ്പോൾ നമ്മളൊരു
പിന്നെ ബിൽഡിംഗ് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു മെഷീനറി വാങ്ങിച്ചു. ഒരു മെഷീനറി ഒരു വർഷം വാങ്ങിച്ചാൽ ആ മെഷീനറിക്ക് അതേ വില അടുത്ത വർഷം കിട്ടില്ല. അതിൻ്റെ വിലയിൽ എന്താവും? വ്യത്യാസം ഉണ്ടാവും, കുറവുണ്ടാവും അല്ലേ? നമ്മൾ ഒരു വർഷം ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ ഒരു വർഷം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വാല്യൂവിൽ എന്താവും? കുറവ് വരും. അപ്പോൾ അങ്ങനെ കുറവ് വരുന്ന വാല്യൂവിനെ നമ്മൾ ഡിപ്രിസിയേഷൻ പറയും. അപ്പോൾ ഓരോ വർഷം അത്ര കുറഞ്ഞു. ആ കുറയുന്ന എമൗണ്ടാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? ആ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു 5 lakh rupees ഒരു മെഷീനറി വാങ്ങിച്ചിരിക്കാം. 5 lakh rupees മെഷീനറി വാങ്ങിച്ചു. അതിന് നമ്മൾ 10 വർഷത്തേക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓരോ വർഷം നമുക്ക് എന്ത് ചെയ്യാം? 50,000. അപ്പോൾ 5 lakhs ഡിവൈഡ് ബൈ 10. അപ്പോൾ ഓരോ വർഷം നമ്മൾ 50,000 rupees അതിൻ്റെ ഡിപ്രിസിയേഷനായിട്ട് കണക്കാക്കും. അപ്പോൾ അത് ആ ഒരു വർഷം നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ചിലവ് 50,000 ആണ്. അപ്പോൾ അങ്ങനെ ഓരോ വർഷവും അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അങ്ങനെ വരുന്ന എമൗണ്ടിനെ നമ്മൾ ഡിപ്രിസിയേഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തായിട്ട് കണക്കാക്കും? എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കും. അപ്പോൾ സാലറി, നമ്മൾ എംപ്ലോയീസ് കൊടുക്കുന്ന സാലറി. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് നമ്മൾ വാടകയ്ക്കാണെങ്കിൽ വാടക കൊടുക്കും. ഒരു ടെലിഫോൺ ചാർജ്, അതുപോലെ മറ്റുള്ള എക്സ്പെൻസ്, ഇലക്ട്രിസിറ്റി ചാർജ്, വാട്ടർ ചാർജ്, ഇങ്ങനെ ഒരുപാട് എക്സ്പെൻസുകൾ ഉണ്ടാവും. അപ്പോൾ എക്സ്പെൻസിൻ്റെ എത്രയേ ഉള്ളൂ? നമ്മളൊരു വരുമാനം നേടുന്നതിന് വേണ്ടി ബിസിനസ് ചിലവാക്കുന്ന തുകയാണ് നമ്മൾ എന്താണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഒന്നുകിൽ അസറ്റ് ഉപയോഗിക്കുന്നതിനുള്ള ചിലവാകാം, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്ക് ഉണ്ടാകുന്ന തുകയാകാം. സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന തുകയാകാം. അപ്പോൾ ഞാൻ നമ്മൾ എക്സ്പെൻസിനോട് പൊതുവായിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നോക്കുക, എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ സ്പെൻഡിങ് മണി ഓർ ഇൻകറിങ് എ ലയബിലിറ്റി ഫോർ സം ബെനിഫിറ്റ്, സർവീസ് ഓർ പ്രോപ്പർട്ടി റിസീവ്. നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്, എന്തെങ്കിലും ഒരു ഗുണം കിട്ടുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും സേവനം ലഭിക്കുകയോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങൾ കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ബാധ്യത. അപ്പോൾ ആ ബാധ്യതയ്ക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന തുകയാണ് എന്ത് പറയുന്നത്? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു, പർച്ചേസ് ഓഫ് ഗുഡ്സ്. നമ്മൾ പർച്ചേസ് ഓഫ് ഗുഡ്സ് സാധനങ്ങൾ വാങ്ങിക്കുമ്പം നമുക്ക് എന്ത് കിട്ടും? സാധനങ്ങൾ, പ്രോപ്പർട്ടി കിട്ടും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ പർച്ചേസ് ഓഫ് മെഷീനറി വാങ്ങിക്കുമ്പോൾ നമുക്ക് മെഷീനറി ലഭിക്കുന്നു. പർച്ചേസ് ഓഫ് ഗുഡ്സിന് സാധനങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം അതിനുവേണ്ടി നമ്മൾ ചിലവാക്കുന്ന തുകയെ നമുക്ക് എന്താ പറയാം? എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പെൻസും തമ്മിൽ കൺഫ്യൂഷൻ വരണ്ട, വേറാക്കി തരാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്പെൻഡിങ് മണി ഓർ ഇൻകറിങ് എ ലയബിലിറ്റി, ഒന്നിക്ക് നമ്മൾ പണം ചിലവാക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ബാധ്യത ഉണ്ടാകും. ഇതിന് വേണ്ടിയാണ് ഫോർ സം ബെനിഫിറ്റ്, നമുക്ക് ബിസിനസ്സിലേക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ലഭിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ ഒരു ആസ്തികൾ കിട്ടുന്നതിന് വേണ്ടിയോ നമുക്കൊരു ബാധ്യത ഉണ്ടാവുകയോ അല്ല പണം ചിലവാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക? എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അപ്പോൾ നമ്മളങ്ങനെ പർച്ചേസ് ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് സാധനം കിട്ടും. അതുപോലെ നമ്മളിപ്പോൾ പേയ്മെൻറ്റ് ഓഫ് സാലറി കൊടുക്കുമ്പോൾ നമുക്ക് അവരുടെ സേവനം ലഭിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റോ അല്ല സേവനമോ അല്ല ഒരു സാധനമോ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പണം ചിലവാക്കുകയോ അല്ലെങ്കിൽ ബാധ്യത ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്തായിട്ട് പറയാം? എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ഇവിടെ എക്സ്പെൻഡിച്ചറിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പം ദ ബെനിഫിറ്റ് ഈസ് റിസീവ്ഡ് കംപ്ലീറ്റ്ലി വിത്തിൻ എ ഇയർ. അപ്പോൾ നമ്മൾ ചിലവാക്കിയ തുകയുടെ ബെനിഫിറ്റ്, ഗുണം നമുക്ക് ആ ഒരു വർഷം മുഴുവനായിട്ട് ലഭിക്കുകയാണെങ്കിൽ അത് നമ്മൾ തോന്നുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ, വിച്ച് ഈസ് കോൾഡ് എക്സ്പെൻസ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പർച്ചേസ് ഓഫ് ഗുഡ്സ്, നമ്മൾ സാധനം വാങ്ങിച്ചു. അപ്പോൾ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ആ വർഷം മുഴുവനായിട്ട് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ സാലറി പെയ്ഡ്, അപ്പോൾ നമ്മൾ ഈ ഒരു വർഷം സാലറി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സേവനം, അവരുടെ സേവനം നമുക്ക് മുഴുവനായിട്ട് ലഭിക്കും. ആ വർഷം ലഭിച്ചതിൻ്റെ സേവനത്തിനാണ് നമ്മൾ ആ വർഷം സാലറി കൊടുക്കുന്നത് അല്ലേ? അടുത്ത വർഷത്തെ സേവനത്തിന് അടുത്ത വർഷം സാലറി കൊടുക്കും. അപ്പോൾ നമുക്ക് ആ കൊടുത്ത പൈസയുടെ ബെനിഫിറ്റ് ആ വർഷത്തിന് ഉള്ളിൽ തന്നെ ലഭിക്കുകയാണെങ്കിൽ ദാറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് കോൾഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, വിച്ച് ഈസ് കോമൺലി നോൺ ആസ് എക്സ്പെൻസസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പെൻസസ്. അപ്പോൾ എക്സ്പെൻസസ് ആകുമ്പോൾ എന്താണ്? ആ എക്സ്പെൻസിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ആ വർഷം തന്നെ ലഭിച്ചിരിക്കും. അപ്പോൾ എക്സ്പെൻഡിച്ചറിൽ വരുന്ന ഒന്നാമത്തെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ പറഞ്ഞത് എന്താണ്? ദ ബെനിഫിറ്റ് ഓഫ് വിച്ച് ഈസ് റിസീവ്ഡ് വിത്തിൻ എ ഇയർ. അപ്പോൾ നമ്മളൊരു പണം ചിലവാക്കി കഴിഞ്ഞാൽ ആ ചിലവാക്കിയ തുകയുടെ ഗുണം അല്ലെങ്കിൽ ബെനിഫിറ്റ് നമുക്ക് എന്ത് ചെയ്യും? ആ വർഷം തന്നെ മുഴുവനായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചർ നമ്മൾ പറഞ്ഞ പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് എക്സ്പെൻസസ്. അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ പർച്ചേസ് ഓഫ് ഗുഡ്സ്, സാലറി പെയ്ഡ്, റെൻറ്റ് പെയ്ഡ്, വേജസ് പെയ്ഡ്, ഇതൊക്കെ അതിനകത്ത് വരും. രണ്ടാമത്തെ വരുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദ ബെനിഫിറ്റ് ഈസ് റിസീവ്ഡ് ഫോർ മോർ ദാൻ 1 ഇയർ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മെഷീനറി വാങ്ങിച്ചാൽ, മെഷീനറി വാങ്ങിക്കുമ്പം ആ മെഷീനറിയുടെ ഗുണം നമുക്ക് എന്ത് ചെയ്യും? ഒരു വർഷത്തിൽ കൂടുതൽ ലഭിക്കും അല്ലേ? ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു 10 വർഷമാണ് ആ മെഷീനറിയുടെ ലൈഫ് ടൈം എങ്കിൽ
നമുക്ക് 10 വർഷം അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കും. അപ്പോൾ ഇഫ് ദ ബെനിഫിറ്റ് ഈസ് റിസീവ്ഡ് ഫോർ മോർ ദാൻ 1 ഇയർ ദെൻ സച്ച് എക്സ്പെൻഡിച്ചേഴ്സ് ആർ കോൾഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രധാനമായിട്ട് വരുന്ന പർച്ചേസ് ഓഫ് അസറ്റ്സ് ആണ്. ഇപ്പോൾ ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതിൻ്റെ ബെനിഫിറ്റ് ഒരുപാട് വർഷം ലഭിക്കും. അപ്പോൾ അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചർ നമ്മൾ പറഞ്ഞതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ക്ലാസിഫൈഡ് ടു റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ മീൻസ് ദ ബെനിഫിറ്റ് ഓഫ് വിച്ച് ഈസ് റിസീവ്ഡ് വിത്തിൻ എ ഇയർ. ഒരു വർഷത്തിനുള്ളിൽ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് റവന്യൂ എക്സ്പെൻഡിച്ചർ വിച്ച് ഈസ് കോൾഡ് നോർമലി ഇറ്റ് ഈസ് കോൾഡ് എക്സ്പെൻസസ്. അപ്പോൾ നമ്മൾ പൊതുവായിട്ട് എക്സ്പെൻസ് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ അതിൽ എക്സാമ്പിൾ പറഞ്ഞു സാലറീസ്, റെൻറ്റ്, വേജസ്, ഇലക്ട്രിസിറ്റി ചാർജ്, ടെലിഫോൺ ചാർജ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ല എക്സ്പെൻസ് ആണെന്ന് പറയാം. ഇനി ഇഫ് ദ ബെനിഫിറ്റ് ഓഫ് ആൻ എക്സ്പെൻഡിച്ചർ റിസീവ്ഡ് ഫോർ മോർ ദാൻ 1 ഇയർ ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുകയാണെങ്കിൽ അത് നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിച്ച് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് പർച്ചേസ് ഓഫ് അസറ്റ്സ് വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, മെഷീനറി ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് വർഷം ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന എക്സ്പെൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഒരു ബിസിനസ്സിന് എന്തിനു വേണ്ടിയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എവരി ബിസിനസ്? എല്ലാ ബിസിനസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ എന്താണ് പ്രോഫിറ്റ്? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്പെൻസ് പറഞ്ഞു അല്ലേ, ഇൻകം പറഞ്ഞു അല്ലെ, റവന്യൂ പറഞ്ഞു. അപ്പോൾ നമുക്ക് ചിലവുകളുണ്ടാവും, വരവുകളുണ്ടാവും. അപ്പോൾ ഈ ചിലവുകളും വരവുകളും നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഇഫ് ദ റവന്യൂ ഈസ് എക്സസ് ഓർ എക്സ്പെൻസ്, നമ്മുടെ വരുമാനമാണ് കൂടുതലെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ പ്രോഫിറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓഫ് എ പീരിയഡ് ഓർ ഇറ്റ്സ് റിലേറ്റഡ് എക്സ്പെൻസ്. അപ്പോൾ ഒരു വർഷം നമുക്കുണ്ടാകുന്ന ചിലവുകൾ, ഒരു വർഷം ഉണ്ടാകുന്ന വരവ്, ഇതിലാണ് നമ്മൾ കമ്പയർ ചെയ്യുമ്പം നമ്മുടെ വരവുകളാണ് കൂടുതലെങ്കിൽ വരവാണ് കൂടുതലെങ്കിൽ ഇൻകമാണ് കൂടുതലെങ്കിൽ വരുമാനമാണ് കൂടുതലെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഗുണം ആയിരിക്കാൻ ലഭിക്കുന്നത്? പ്രോഫിറ്റ് ആയിരിക്കാൻ ലഭിക്കുക ഓണർക്ക്. ഓക്കെ. അപ്പോൾ നമുക്ക് ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ലാഭം ആയിരിക്കാണ് പോകുന്നത്? ഉടമസ്ഥനാണ് അല്ലേ. ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ ആരാണോ, ഓണർ ആരാണോ അവർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഇൻക്രീസസ് ഓണേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓണേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും അല്ലേ. അപ്പോൾ ലാഭം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു 20 lakhs rupees അയാൾ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അയാൾ ഒരു വർഷം ബിസിനസ് ചെയ്തപ്പോൾ അയാൾക്കൊരു 1 lakh rupees ലാഭം ഉണ്ടെങ്കിൽ അയാൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായി? 20 lakhs plus 1 lakh 21 lakhs ആയി. അപ്പോൾ ഇറ്റ് ഇൻക്രീസസ് ഓണേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ആരുടെ വരുമാനം, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപം കൂട്ടും, ഓണേഴ്സിൻ്റെ നിക്ഷേപത്തിന് വർധനമുണ്ടാവും. അപ്പോൾ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ ഓർ ഇൻകം മൈനസ് എക്സ്പെൻസ്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂവിൽ നിന്നും ഇൻകത്തിൽ നിന്നും നമ്മൾ നിന്നു നമ്മളെ വരുമാനത്തിൽ നിന്നും നമ്മുടെ ചിലവുകളൊക്കെ കഴിച്ച് ബാക്കി ഒരു തുകയാണ് നമ്മൾ പ്രോഫിറ്റ് പറയുക. അപ്പോൾ പ്രോഫിറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എ പീരിയഡ് ഇറ്റ്സ് റിലേറ്റഡ് എക്സ്പെൻസ്. അപ്പോൾ ഒരു വർഷം ഉണ്ടാകുന്ന എല്ലാ ചിലവുകളും എന്ത് ചെയ്യണം? ആ വർഷം ഉണ്ടാകുന്ന വരവിൽ നിന്നും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന തുകയാണ് നമ്മൾ പ്രോഫിറ്റ് വരിക. അപ്പോൾ ഓരോ വർഷത്തെയും വരവും ചിലവും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷം ഉണ്ടാകുന്ന വരുമാനം ആ വർഷത്തെ ചിലവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന തുകയാണ് കൂടുതലായിട്ട് ലഭിക്കുന്ന തുകയാണ് നമ്മൾ എന്താ പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ ഓരോ വർഷവും ഉണ്ടാകുന്ന വരവ് അതാത് വർഷത്തെ ചിലവ് എന്ത് ചെയ്യണം? അതാത് വർഷത്തെ വരവിൽ നിന്ന് കുറക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന ഇത് എമൗണ്ടിനെ നമ്മൾ അങ്ങനെ കിട്ടുന്ന തുകയാണ് നമ്മൾ എന്താ പറയുക? പ്രോഫിറ്റ് എന്ന് പറയുക. നെക്സ്റ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നേരത്തെ പ്രോഫിറ്റും ഗെയിനും അപ്പോൾ എന്താണെന്ന് ഇതിൻ്റെ വ്യത്യാസം നോക്കാം. ഗെയിൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് അറൈസസ് ഫ്രം ദ ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻസിഡൻ്റൽ ടു ബിസിനസ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾക്ക് ഉണ്ടാകുന്ന വരുമാനത്തിൽ നിന്നും ചിലവുകൾ കുറക്കുകയാണെങ്കിൽ ലഭിക്കുന്ന തുകയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ നോർമലായിട്ട് ഉണ്ടാകുന്ന ചിലവുകളും വരവുകളും ഉണ്ടാവും ഒരു ബിസിനസ്സിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റേഷനറി ഷോപ്പാണെങ്കിൽ അവിടെ സ്റ്റേഷനറി ഷോപ്പിൽ സാധാരണയായിട്ട് ഉണ്ടാകുന്ന ചിലവുകൾ, അപ്പോൾ നമ്മൾ സ്റ്റേഷനറി ബിൽഡിങ്ങിന് വാടക കൊടുക്കേണ്ടി വരും അല്ലേ, സെയിൽസ്മാനുണ്ടെങ്കിൽ അവർക്ക് ചിലവ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി ചാർജ് ഉണ്ടാവും, ചിലപ്പോൾ ലൈറ്റിംഗ് ചാർജ്, അങ്ങനെ മറ്റുള്ള ചില എക്സ്പെൻസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ സെയിൽ ഓഫ് സ്റ്റേഷനറീസാണ് പ്രധാനമായിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന വരുമാനം അതിൽ നിന്നുണ്ടാകുന്ന ലാഭത്തെ നമ്മൾ എന്താ പറയുക? പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ സ്റ്റേഷനറി ഐറ്റം വിൽക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ലാഭത്തെ നമ്മൾ എന്താ പറയുക?
പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ നമുക്കൊരു ഷെൽഫ് ഉണ്ടെന്ന് ഇരിക്കാം. അപ്പോൾ ഷെൽഫ് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറേ കാലം ഉപയോഗിച്ചു, ഒരു 10-15 വർഷം നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ ഓരോ വർഷം നേരത്തെ പറഞ്ഞ് ഓരോ വർഷം എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ ഡിപ്രിസിയേഷൻ ഉണ്ടാവും. ആ ഡിപ്രിസിയേഷനൊക്കെ കഴിച്ച് അതിൻ്റെ വില ഇപ്പോൾ ഒരു 50,000 രൂപ ഉണ്ടെന്ന് ഇരിക്കാം. ഈ 50,000 രൂപയുള്ള ഫേർണിച്ചർ അല്ലെങ്കിൽ ഷെൽഫ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 55,000 രൂപക്ക് വിൽക്കാതിരിക്കാം. അപ്പോൾ നമുക്ക് 5,000 രൂപ ഇവിടെ ലാഭമാണ് അല്ലേ. സച്ച് പ്രോഫിറ്റ്സ് ആർ കോൾഡ് ഗെയിൻ. അത് നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല. എപ്പോഴും എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യില്ല, പഴയ ഫർണിച്ചർ വിൽക്കുന്നില്ല. അപ്പോൾ എപ്പോഴെങ്കിലും വല്ലപ്പോഴും മാത്രം ഉണ്ടാകുന്ന ലാഭം, വല്ലപ്പോഴും ഉണ്ടാകുന്ന സംഭവങ്ങളിൽ, അതായത് പ്രോഫിറ്റ്സ് അറൈസസ് ഫ്രം ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻസിഡൻ്റൽ ടു ബിസിനസ്. ഇൻസിഡൻ്റലായിട്ട് ഉണ്ടാകുന്നത് വല്ലപ്പോഴും ഉണ്ടാകുന്ന സംഭവങ്ങളിലൂടെ ബിസിനസ് ലാഭം ഉണ്ടാവുകയാണ്. ദാറ്റ് പ്രോഫിറ്റ് ഈസ് കോൾഡ് ഗെയിൻ. അപ്പോൾ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഓൾഡ് മെഷീനറി. ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലാൻഡ്. നമ്മളിപ്പോൾ സ്ഥലം വാങ്ങിച്ചു, ഇപ്പോൾ സ്ഥലത്തിൻ്റെ വില ഉണ്ടാകും, ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ അതിൻ്റെ വിലയിൽ ഉണ്ടാകുന്ന വർധനവ്, അത് ഗെയിനാണ്. ഇത് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ എന്താണ് പ്രോഫിറ്റ്, എന്താണ് ഗെയിൻ? അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ നോർമൽ ആക്ടിവിറ്റീസിലൂടെ ഉണ്ടാകുന്ന ലാഭത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഫർണിച്ചർ ഷോപ്പാണെങ്കിൽ ഫർണിച്ചർ വിൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ലാഭം, സ്റ്റേഷനറി ഷോപ്പാണെങ്കിൽ സ്റ്റേഷനറി ഐറ്റംസ് വിൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ലാഭത്തെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുക. അല്ലാതെ ഉണ്ടാകുന്ന മറ്റു രീതിയിൽ ഉണ്ടാകുന്ന ലാഭങ്ങളെ നമ്മൾ ഗെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഗെയിൻ മീൻസ് പ്രോഫിറ്റ് അറൈസസ് ഫ്രം ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻസിഡൻ്റൽ ടു ബിസിനസ്. ബിസിനസ്സിൽ വല്ലപ്പോഴും നടക്കുന്ന സംഭവങ്ങളിലൂടെ ഉണ്ടാകുന്ന ലാഭം. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ അല്ലെങ്കിൽ സെയിൽ ഓഫ് ഓൾഡ് മെഷീനറി. ഇതിലൂടെ നമുക്ക് ലാഭം ഉണ്ടാകുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ഗെയിൻ. അടുത്ത് നമ്മൾ പ്രോഫിറ്റിന് പറഞ്ഞു. അതുപോലെ തന്നെ ദർ മേ ബി ചാൻസ് ഓഫ് ലോസ്. ലോസ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓഫ് എ പീരിയഡ് ഓർ ഇറ്റ്സ് റിലേറ്റഡ് റവന്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ ചിലവാണ് കൂടുതലെങ്കിൽ വരുമാനത്തെക്കാളും ചിലവ് കൂടുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ലോസ്. നമ്മൾ നഷ്ടം എന്ന് പറയും. ഡിക്രീസസ് ഇൻ ഓണേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ആണെങ്കിൽ ഓണേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. ഇപ്പോൾ ഇവിടെ ലോസ് ആകുമ്പോൾ അതാ നോർമലി ഇറ്റ് ഡിക്രീസസ് ഓണേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ലോസ് ഈക്വൽ ടു എക്സ്പെൻസ് മൈനസ് റവന്യൂ. അപ്പോൾ നമ്മൾ ചിലവ് കൂടുകയും വരവ് കുറയും ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ലോസ്. നെക്സ്റ്റ് വരുന്നത് ഡിസ്കൗണ്ട് ആണ്. ഇപ്പോൾ എന്താണ് ഡിസ്കൗണ്ട്? നമ്മളിപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ദർ മേ ബി സം ഡിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമ്മൾ സാധനം വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ തുകയിൽ അതായത് നമ്മുടെ പ്രൈസിനകത്ത് ഒരു തുക കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അല്ല കുറവ് വരുത്തുകയാണ്, ആ കുറവ് വരുത്തുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കൗണ്ട് പറയും. അപ്പോൾ നമ്മൾ സാധനം വിൽക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ വില 10 rupees-ആണ്. അപ്പോൾ നമ്മളത് 9 rupees-ന് വിൽക്കുകയാണ്. ദാറ്റ് 1 rupee കോൾഡ് ഡിസ്കൗണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ വരാം, വിൽക്കുമ്പോൾ ഉണ്ടാകും. അപ്പോൾ ഡിസ്കൗണ്ട് മേ ബി 2 types. 2 തരത്തിലുള്ള ഡിസ്കൗണ്ട് ഉണ്ട്. ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് മീൻസ് ഡിഡക്ഷൻ ഈസ് എഗ്രീഡ്, ഡിഡക്ഷൻ ഓഫ് എഗ്രീഡ് പെർസെൻറ്റേജ് ഓഫ് ലിസ്റ്റ് പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് സെല്ലിംഗ് ഗുഡ്സ്. നമ്മൾ സാധനം വിൽക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാം, അതിൻ്റെ ലിസ്റ്റ് പ്രൈസ്, അതിൻ്റെ ഒരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഫിക്സ് ചെയ്ത പ്രൈസിനകത്ത് നമ്മൾ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ട്രേഡ് ഡിസ്കൗണ്ട്. ഈസ് ടേക്കൺ പ്ലേസ് അറ്റ് ദ ടൈം ഓഫ് സെയിൽസ്. നമ്മൾ വിൽപ്പന നടക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ സാധനം വിൽക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ വില കുറച്ച് കൊടുക്കുകയാണെങ്കിൽ, സാധനത്തിൻ്റെ വില കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കുറക്കുന്ന എമൗണ്ടിനെ നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട്. ഇറ്റ് ഈസ് ടേക്കൺ പ്ലേസ് അറ്റ് ദ ടൈം ഓഫ് സെയിൽസ്. രണ്ടാമത് വരുന്നത് ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. ഡിഡക്ഷൻസ് അലൗഡ് ഇൻ ദ എമൗണ്ട് ഡ്യൂ ഇൻ കേസ് ഇഫ് ദ എമൗണ്ട് ഈസ് പെയ്ഡ് വിത്തിൻ സ്റ്റിപ്പുലേറ്റഡ് ടൈം. ഞാൻ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ദർ മേ ബി 2 types ഓഫ് സെയിൽസ്, ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് അല്ലേ. നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ടൈം പീരീഡ്, ഒരു സമയപരിധി കൊടുക്കും. ഇത്ര സമയത്തിനുള്ളിൽ അടക്കണം, ഇത്ര സമയത്തിനുള്ളിൽ പൈസ തിരിച്ചു തരണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം സമയം കൊടുക്കുന്നതായിരിക്കാം. അപ്പോൾ നമ്മൾ കൊടുത്ത് 3 മാസം ടൈമുണ്ട്, 3 മാസത്തിലൊക്കെ അവർ അടച്ചാൽ മതി. അപ്പോൾ നമുക്ക് 10,000 രൂപയ്ക്ക് നമ്മൾ സാധനം വിറ്റു, 10,000 rupees സാധനം അവർക്ക് വിറ്റിട്ടുണ്ട്, ഒരാൾക്ക് വിറ്റിട്ടുണ്ട്. അത് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 മാസത്തെ കാലാവധി ഉണ്ട്. അപ്പോൾ 3 മാസത്തിലൊക്കെ അടച്ചാൽ മതി, അല്ലെങ്കിൽ 3 മാസം ആകുമ്പോൾ അടച്ചാൽ മതി, 3ാമത്തെ മാസം ലാസ്റ്റ് ഡേറ്റിൽ അടച്ചാൽ മതി. അപ്പോൾ നമ്മൾ അയാളോട് പറയുകയാണ് ഇഫ് യു പേ വിത്തിൻ 1 month, 1 monthിലൊക്കെ അടക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 10% ഡിസ്കൗണ്ട്. അപ്പോൾ 10,000 10%, 1,000 രൂപ കഴിച്ച് 9,000 രൂപ അയാൾ അടച്ചാൽ മതി. അയാൾ പറയുന്നത് ഇഫ് യു പേ വിത്തിൻ 2 months, 2 മാസത്തിലൊക്കെ അടക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 5%. ഇപ്പോൾ 10,000 5%, 500. ഇപ്പോൾ
അയാൾ 9,500 എടുക്കും. അപ്പോൾ ഒരു വർഷത്തെ ഒരു മാസം കൊണ്ടത്തിനുള്ളിൽ അടക്കുകയാണെങ്കിൽ അയാൾ 9,000 രൂപ അടച്ചാൽ മതി. രണ്ടാമത്തെ മാസം അടക്കുകയാണെങ്കിൽ 9,500 രൂപ അടക്കും അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഒന്നാമത്തെ മാസം എന്താണ് അയാൾ അടക്കുകയാണെങ്കിൽ അയാൾക്ക് 1,000 രൂപ ഡിസ്കൗണ്ട് കൊടുക്കും. ദാറ്റ് ഡിസ്കൗണ്ട് ഈസ് കോൾഡ് ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് ആൻഡ് ട്രേഡ് ഡിസ്കൗണ്ട്. ഇപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് നടക്കുന്നത് അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻ്റ് ആണ്. എപ്പോഴാണ് നമ്മൾ ക്യാഷ് അടക്കുന്നത് അല്ല ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്നത് ആ സമയത്ത് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് ആകുമ്പോഴാണ് ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് ഗിവൺ അറ്റ് ദ ടൈം ഓഫ് സെയിൽസ്. സാധനം വിൽക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഡിസ്കൗണ്ടിനാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ നോക്കുക, ഡിസ്കൗണ്ട് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റ് ദ ടൈം ഓഫ് സെല്ലിംഗ്, നമ്മൾ സാധനം വിൽക്കുന്ന സമയത്ത് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൻ്റെ മേലെ കൊടുക്കുന്ന ഡിഡക്ഷൻസിനാണ് ട്രേഡ് ഡിസ്കൗണ്ട് പറയുക. ക്യാഷ് ഡിസ്കൗണ്ട് പിന്നീട് നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. നെക്സ്റ്റ് വരുന്നത്, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ വാങ്ങിച്ചെന്നുള്ളതിന് തെളിവ് എന്താണ്? ബിൽ അല്ലേ. നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ബില്ല് കിട്ടും. അപ്പോൾ ദർ മേ ബി സം ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. നമ്മൾ വാങ്ങിച്ചതിനുള്ള ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ് അല്ലേ, രേഖാമൂലമുള്ള തെളിവാണ് എന്ത് ബില്ല്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഡോക്യുമെൻ്ററി എവിഡൻസിന് പറയുന്ന പേരാണ് വൗച്ചർ. അപ്പോൾ നമ്മൾ സാധനം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് കൊടുക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ കിട്ടുന്ന നമ്മളൊരു സാധനം വാങ്ങിച്ചു എന്നുള്ളതിന് അല്ലെങ്കിൽ വിറ്റു എന്നുള്ളതിന് രേഖാമൂലമുള്ള തെളിവുകളെ നമ്മൾ എന്താണ് വൗച്ചർ. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും എന്താണ് വൗച്ചർ ഉണ്ടായിരിക്കണം. അപ്പോൾ നോക്കുക, എക്സാമ്പിൾ ക്യാഷ് മെമ്മോ, ഇൻവോയ്സ്, റെസിപ്റ്റ് ഇതൊക്കെ വരാം. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ബില്ലായിരിക്കും, ചിലപ്പോൾ അത് ക്യാഷ് ബില്ലായിരിക്കാം, ചിലപ്പോൾ അത് ഇൻവോയ്സ് ആയിരിക്കാം, ചിലപ്പോൾ റെസിപ്റ്റ് ആയിരിക്കും. റിസീവ്ഡ് സച്ച് എമൗണ്ട് ഫ്രം സച്ച് ആൻഡ് സച്ച് പേഴ്സൺ. അപ്പോൾ അങ്ങനെ നമ്മളൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ, അപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സാധനം വിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബില്ല് കൊടുക്കും അല്ലേ. ക്യാഷ് മെമ്മോ കൊടുക്കാം, ക്യാഷ് ബില്ല് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻവോയ്സ് കൊടുക്കാം. ഇനി നമ്മളിപ്പം എംപ്ലോയീസിന് സാലറി കൊടുക്കുകയാണെങ്കിൽ അവരുടെ അക്വിറ്റൻസ് രജിസ്റ്റർ ഉണ്ടാവും അവിടെ അല്ലേ. ഒരാൾ ഒപ്പിട്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ടാവും, അതിൻ്റെ തെളിവ്, അതിൻ്റെ ഒരു ബുക്ക് ഉണ്ടാവും അവിടെ, രജിസ്റ്റർ വൗച്ചർ. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഓരോ ഇടപാടിനും നമ്മൾ എന്ത് ചെയ്യുക? രേഖാമൂലം ഉണ്ടാകുന്ന തെളിവുകളെയാണ് നമ്മൾ വൗച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൗച്ചർ ഈസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷനെ, ഒരു ഇടപാടിനെ സപ്പോർട്ട് ചെയ്യുന്ന രേഖാമൂലമുള്ള തെളിവുകളെ നമ്മൾ എന്താ പറയുക? വൗച്ചർ എന്ന് പറയും. വൗച്ചർ മേ ബി ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ബിൽ ഓർ ക്യാഷ് മെമ്മോ, ഇൻവോയ്സ്, റെസിപ്റ്റ്, അക്വിറ്റൻസ് രജിസ്റ്റർ. ഇപ്പോൾ നമ്മൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ ലെഡ്ജർ ബുക്സുകൾ, അങ്ങനെയുള്ള എല്ലാ രേഖകളും നമുക്ക് എന്ത് വൗച്ചേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ലയബിലിറ്റീസ് അല്ലേ. ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു? ലയബിലിറ്റീസ് നമ്മൾ പറഞ്ഞു ഒബ്ലിഗേഷൻസ് അല്ലേ. അത് ക്യാഷ് ലയബിലിറ്റീസ് അല്ല, സോറി, കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടാവും, നോൺ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ ഷോർട്ട് പീരീഡ് ആണെങ്കിൽ അത് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് പറയും, ലോങ് ടേം പീരീഡ് ആണ് നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയും. പിന്നെ നമ്മൾ പറഞ്ഞത് എക്സ്പെൻസ് ആണ് അല്ലേ. എക്സ്പെൻസ് എന്താണ്? നമുക്ക് ഉണ്ടാകുന്ന ചിലവുകൾ, നമ്മളൊരു വരുമാനം, നമുക്ക് ബിസിനസ്സിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്ന തുകയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്പെൻസ് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു. അത് എക്സ്പെൻഡിച്ചർ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടാകുമ്പോൾ, ഒരു ചിലവ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഇറ്റ് ഈസ് കോൾഡ് എക്സ്പെൻസ്. പിന്നെ നമ്മളൊരു ചില എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വർഷത്തിൽ കൂടുതൽ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രധാനമായിട്ടും വരുന്നത് പർച്ചേസ് ഓഫ് അസറ്റ്സ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ്. നമ്മുടെ വരുമാനം കൂടുതലും ചിലവ് കുറവുകയാണെങ്കിൽ കൂടുതലായിട്ട് വരുന്ന വരുമാനത്തെ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയും. ഇനി നമ്മൾ സാധാരണ നോർമൽ ബിസിനസ്സിലല്ലാതെ നമുക്കുണ്ടാകുന്ന മറ്റു ലാഭങ്ങളെ നമ്മൾ ഗെയിൻ എന്ന് പറയും. പിന്നെ ലോസ് എന്ന് പറഞ്ഞു, ഇഫ് ദ എക്സ്പെൻസ് ഈസ് മോർ ദാൻ റവന്യൂ. നമ്മൾ ചിലവ് കൂടുകയും വരവ് കുറയും വരികയാണെങ്കിൽ കൂടുതലായിട്ടുണ്ടാകുന്ന ചിലവിനെ നമ്മൾ ലോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞു വൗച്ചർ. വൗച്ചർ എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ പദങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ടേംസ് പരിചയപ്പെട്ട് കഴിഞ്ഞു. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.